ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടനാട്ടിലും മരമുന്തിരി കായ്ച്ച് മരമുന്തിരി കായുണ്ടായി. അപ്പോൾ ഇതേ ഒത്തിരി കായ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ വിളവ് ഇതെത്ര ദിവസം കൊണ്ട് പാകമാകുമെന്നൊന്നും നമുക്കറിയാൻ വയ്യായിരുന്നു. ആ ഉണ്ടായ കായ മിക്കതും ഒത്തിരി പൊഴിഞ്ഞു പോയി. ഒരെണ്ണം ഇപ്പം ബാലൻസ് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അത് ഇതാണ്. ഇതില് നിറച്ചുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അതിൻ്റെ സമയം അറിയാമായിരുന്നു. എപ്പോഴാണ് ഇത് വിളഞ്ഞു വരുന്നത്, എത്ര ദിവസം കൊണ്ട് ഇത് പാകമാകുമെന്ന് അറിയാൻ മേലായിരുന്നു. പക്ഷേ നമ്മൾ കണക്ക് കൂട്ടുന്നതിന് മുമ്പേ തന്നെ അത് പാകമായി പൊഴിഞ്ഞു പോയി. പൊഴിഞ്ഞു പോയതോ വല്ല കിളികൾ കൊണ്ടുപോയതോ ഒന്നും അറിയാൻ മേല. എന്തായാലും നമ്മുടെ നാട്ടിലും മരമുന്തിരി കായ്ച്ചു. നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. ഇതിപ്പോൾ പാകമായി നിൽക്കുകയാണ്. ഇത് ഉണ്ടോ, മരമുന്തിരി നമ്മുടെ നാട്ടിൽ ഉണ്ടാകും എന്നുള്ള തെളിവാണിത്. എന്തായാലും ഇനിയും ശ്രദ്ധിക്കും, ഇനി ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കും. എത്ര ദിവസം കൊണ്ട് ഇത് പാകമാകും. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത്, മരമുന്തിരി നമ്മൾ ഇത് കായ്ച്ചു കഴിഞ്ഞാൽ, അതായത് പൂവിട്ടത് കായ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഇത് പാകമാകുമെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം പോലെ പിന്നെയും വീണ്ടും പറ്റും. അപ്പം ഇത് നമുക്ക് പാകമായിട്ടുണ്ട്. മരമുന്തിരി ഇത് ഇനിയുണ്ട്, കണ്ടോ നിൽക്കുന്നത്. ഇതിലാണ് കായ ഉണ്ടായിരിക്കുന്നത്. ഇനി അത് തന്നെയല്ല, നമുക്ക് വേറെയും പഴച്ചെടികളുണ്ട്. വിദേശ ഇനം പഴച്ചെടികൾ നമ്മുടെ നട്ടിട്ടുണ്ട്. അതിലൊക്കെ വേറാപ്പിളുണ്ട്. ഇതിലൊക്കെ നിറച്ച് കായ ഉണ്ടായതാ. ഇത് വേറാപ്പിൾ ഇത് ഇപ്പം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പം വരെ ആകത്തുള്ളൂ നമ്മുടെ ഇവിടെ. അത്രേ ആകത്തുള്ളതാണ് അറിയാവുന്നവർ പറയുന്നത്. ഇത് നമ്മൾ പച്ചമുളക് എങ്ങനെയോ വീണ് കിളുത്തതാണ്. പക്ഷെ നിറയെ കായാണ്, നിറയെ കായാണ്. കണ്ടോ, ഇത് എത്ര നാളായി ഇതെന്ന് പറിക്കാൻ തുടങ്ങിയിട്ടിരിക്കുന്നത്. നമ്മൾ പ്ലാവ് നട്ടിട്ടുണ്ട്, അതിൻ്റെ ചുവട്ടിലാണ് ഈ പച്ചമുളക് കിളുത്തുന്നത്. കണ്ടോ, ഇത് ബേറാപ്പിളാണ്. ഇത് നമ്മൾ ഇതിൻ്റെ മറ്റുള്ള ചെടികളിലെല്ലാം നിറച്ചുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറിച്ച് അപ്പോൾ ഭാഗമായി പറിച്ചായിരുന്നു. ഉണ്ടോ, ഈ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ അവ്യൂ ഇതിലായിട്ടും പൂവിട്ടില്ല. ഇതൊക്കെ നമുക്ക് അടുത്ത സീസണിൽ കായാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഈ ബേറാപ്പിൾ കണ്ടവാനം അങ്ങ് പടന്നു പോയി. കണ്ടോ, മൊത്തം നിറച്ചായി. പച്ചമുളക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇപ്പോൾ കുറേയേറെ നാളായി ഇതെന്ന് തന്നെ പറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തന്നെയല്ല കാഴ്ചകൾ, നമുക്ക് വേറെയും കാഴ്ചകളുണ്ട്. ഞാൻ ആദ്യ സമയത്ത് ഒരു കൗതുകത്തിന് വേണ്ടി ഒരു ആഞ്ഞിലിയേൽ ഒരു പ്ലാവ് ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഒരു പ്ലാവിൻ്റെ ശേഖരം നമുക്ക് കിട്ടി. അത് ഇവിടെ ഒരു ആഞ്ഞിലി കിളുത്ത് വരുമായിരുന്നു. ഒട്ടും വെയിൽ കൊള്ളാത്ത വിടവില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ആഞ്ഞിലി കിളുത്ത് വന്നത്. അപ്പൊ എനിക്ക് അന്നേരപ്പോൾ തോന്നി, ആഞ്ഞിലിയേൽ എന്തുകൊണ്ട് ഇത് പിടിക്കുകയല്ല, നമുക്ക് ഏതായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് താഴോട്ട് ആഞ്ഞിലിയാണ്. ഉണ്ടോ, ഇതാണ് ഞാൻ വടി ചെയ്ത് പിടിപ്പിച്ച്. ഇതിപ്പോൾ ഇത്രയും വലുപ്പമായി. ഉണ്ടോ, ഇത് വേറൊരു കാര്യമാണ്, എപ്പം കായ്ക്കുന്നൊന്നും അറിയാൻ മേല. നമ്മുടെ കിട്ടിയൊരു പ്ലാവിൻ്റെ ശേഖരമായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. ഞാൻ തന്നെ ബഡ് ചെയ്ത് പിടിപ്പിച്ച പ്ലാവ് കായ്ച്ചു നിൽക്കുകയാണ്. ആദ്യം കായ്ച്ചിപ്പോൾ ഇതിപ്പോൾ 4 വർഷമായി ആ പ്ലാവ് ഞാൻ ബഡ് ചെയ്ത് വെച്ചിട്ട്. അത് നമ്മുടെ നാടൻ പ്ലാവാണ്. പ്ലാവ് കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ബഡ് ചെയ്ത്, ഇതിപ്പോൾ 4 വർഷമായതാണ്. നാടൻ പ്ലാവാണ്, അതാണ് ഇത്രയും വലിപ്പമായി പോയത്. എല്ലാം ചക്കയായി, തവണ കാഴ്ചയാണ്. നമ്മൾ ഈ മരമുന്തിരിയുടെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്കിന്ന് ഈ മരമുന്തിരിയുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഇതിലുണ്ടായതെല്ലാം കിളികളോ എങ്ങനെയോ പൊഴിഞ്ഞു പോയി. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം.
ഇതിനകത്ത് 2-3 അരിയുണ്ട്. ഇരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇന്ന് എടുക്കുന്നത് കൊച്ചുവാവയാണ്. അവൾ അവധിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല മധുരമുണ്ട്. നമ്മുടെ മുന്തിരിങ്ങ കഴിക്കുന്ന മധുരമുള്ള മുന്തിരിങ്ങ കഴിക്കുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റാണ്. ഇത് ഒരെണ്ണേ ഉള്ളതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ ആദ്യം ഒന്ന് കൊടുക്കട്ടെ. ക്യാമറ വുമൺ കഴിച്ച് ഇങ്ങനെയുണ്ട്. അപ്പോൾ മരമുന്തിരി നമ്മുടെ കുട്ടനാട്ടിലും കായ്ക്കും ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഇവിടെ കണ്ടത്. എന്തായാലും എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ കുറച്ച് സ്ഥലത്തുള്ളിടത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഇതുപോലുള്ള പഴച്ചെടികൾ നമ്മൾ നട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.